എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്ന ടോപ്പിക് വി ലുക്കപ്പ്. എക്സലിലുള്ള ഒരു വൺ ഓഫ് ദ വെരി പോപ്പുലർ ഫംഗ്ഷനാണ് വി ലുക്കപ്പ്. ഡാറ്റ അനാലിസിന് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് വി ലുക്കപ്പ്. സോ വി ലുക്കപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ചെറിയ അപ്ഡേറ്റ് നൽകുകയാണ്. റീസെൻ്റ്ലി നമ്മുടെ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റിലെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ കാലിക്കറ്റിലെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അസൂർ ബേസ്ഡ് ഡാറ്റ എഞ്ചിനീയറിംഗ് അതേപോലെ ഡാറ്റ അനാലിസിസ് റിലേറ്റഡ് കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാം കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ചെക്ക് ഇൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യിപ്പിച്ച് അവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവരെ പഠിപ്പിച്ചെടുത്ത് അതിനുശേഷം അവരെ ഒരു കമ്പനിയിൽ പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ ആക്കി തീർക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റ് ചെയ്യും. സോ താല്പര്യമുള്ളവർക്ക് ചെക്ക് ഇൻ ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും ഡാറ്റ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ ഡാറ്റ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സൊക്കെ എൻറോൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാം. ഞാൻ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വി ലുക്കപ്പ് യൂസ് ചെയ്ത് നമുക്കൊരു വാല്യൂ വെർട്ടിക്കലി ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടീച്ചർ ഐ ഡി നമ്മുടെ മൊത്തം ഡാറ്റയിൽ ഈ ഒരു ഡാറ്റ സെറ്റിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റ ടീച്ചർ ഐ ഡി T404 എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് വാല്യൂ, ട്രെയിനിങ് ഡേറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് സ്കോർ അല്ലെങ്കിൽ ട്രെയിനിങ് കോഴ്സ്, പ്രൊജക്റ്റ് ഐ ഡി, റോള് അല്ലെങ്കിൽ സിറ്റി, അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വി ലുക്കപ്പ് ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യാം. സിമിലർലി ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ പേര് ബേസ് ചെയ്തിട്ട് മറ്റൊരു കോളത്തിലെ വാല്യൂ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വി ലുക്കപ്പ് യൂസ് ചെയ്യാം. അതുകൂടാതെ ഇപ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂ ഉണ്ട്. ഇവിടെ കാണാൻ പറ്റും കുറേ ടീച്ചേഴ്സിൻ്റെ നെയിം, അവരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രെയിനിങ് ഡേറ്റ് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിലൊക്കെ വി ലുക്കപ്പ് ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യാം. ഇത് വളരെ സിമ്പിൾ ഫംഗ്ഷനാലിറ്റിയാണ്, വളരെ ഈസിലി നമുക്ക് പഠിക്കാവുന്നതാണ്. സോ ഞാനിപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഐ ഡി ബേസ് ചെയ്തിട്ട് ടീച്ചേഴ്സിൻ്റെ പ്രൊജക്റ്റ് കോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. സോ നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഐ ഡി ബേസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് പ്രൊജക്റ്റ് കോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു കോഡാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ടീച്ചേഴ്സിൻ്റെ ഐ ഡി ഓൾറെഡി നമ്മുടെ ഈ ഒരു സെല്ലിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫംഗ്ഷൻ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ജസ്റ്റ് വി എഴുതി നമുക്ക് വി ലുക്കപ്പ് ഇവിടെ കാണാൻ പറ്റും. വി എന്ന് തുടങ്ങുമ്പോൾ തന്നെ വിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫംഗ്ഷനൊക്കെ കാണാം. വി എല്ലിട്ടുണ്ടെങ്കിൽ വി ലുക്കപ്പ് മാത്രമേ ഉള്ളൂ. അത് എഴുതി ടാബ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടാബ് കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ലുക്കപ്പ് സെലക്ട് ആയി. ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഏത് വാല്യൂ ആണ് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് സ്പെസിഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ മാനുവലി നമ്മുടെ വാല്യൂ T404 എന്ന് എൻ്റർ ചെയ്യാം. അല്ല എങ്കിൽ നമ്മുടെ വാല്യൂ ഓൾറെഡി ഒരു സെല്ലിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് ആ സെല്ല് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ മൊത്തം അറേ, ഇതാണ് നമ്മുടെ ഡാറ്റ, ആ ഡാറ്റ സെലക്ട് ചെയ്യണം. സോ ടേബിൾ അറേ സെലക്ട് ചെയ്യണം. ടേബിൾ അറേ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് കോളത്തെ ബേസ് ചെയ്തിട്ടാണോ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് കോളം. സോ വി ലുക്കപ്പ് യൂസ് ചെയ്ത് നമുക്ക് റൈറ്റിലോട്ട് മാത്രമേ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ട്രെയിനിങ് സ്കോർ സെർച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഏതെങ്കിലും ഒരു കോളം, ട്രെയിനിങ് സ്കോർ സെർച്ച് ചെയ്യാൻ വേണ്ടി ഈ ട്രെയിനിങ് സ്കോറിൻ്റെ മുമ്പിലുള്ള ടീച്ചേഴ്സ് ഐ ഡി, ടീച്ചേഴ്സ് നെയിം, ബേസ് സിറ്റി, ജോബ് റോള്, പ്രൊജക്റ്റ് കോഡ്, ട്രെയിനിങ് കോഴ്സ്, ട്രെയിനിങ് ഡേറ്റ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ പ്രൊജക്റ്റ് കോഡ് സെർച്ച് ചെയ്യണമെങ്കിൽ, പ്രൊജക്റ്റ് കോഡ് ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രെയിനിങ് കോഴ്സ്, ട്രെയിനിങ് ഡേറ്റ്, ട്രെയിനിങ് സ്കോർ, ഈ ഒരു കോളം മാത്രമേ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുന്നോട്ടുള്ള കോളം നമുക്ക് വി ലുക്കപ്പ് യൂസ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് മറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. സോ നമ്മുടെ ഫസ്റ്റ് കോളം നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടീച്ചേഴ്സ് ഐ ഡി ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അറേ ടീച്ചേഴ്സ് ഐ ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ദെൻ ട്രെയിനിങ് സ്കോർ വരെ. സോ ഷിഫ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ആ റേഞ്ച് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ കോളം ഇൻഡെക്സ് കൊടുക്കണം. നമ്മുടെ ടീച്ചേഴ്സ് ഐ ഡിയാണ് ഫസ്റ്റ് കോളം, ടീച്ചേഴ്സ് സെക്കൻഡ് കോളം, ബേസ് സിറ്റി തേർഡ് കോളം, ദെൻ 4th 5th 6th 7th 8th. ഇവിടെ നമ്മൾ പ്രൊജക്റ്റ് കോഡാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 1 2 3 4 5 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇനി ഒരു പാരാമീറ്റർ കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യണം, അപ്രോക്സിമേറ്റ് മാച്ച് അല്ലെങ്കിൽ എക്സാക്റ്റ് മാച്ച്.
സോ എക്സാക്റ്റ് മാച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 0 അല്ലെങ്കിൽ ഫാൾസ് നമുക്ക് കൊടുക്കാം. സോ നമുക്ക് 0 കൊടുത്ത് നമ്മുടെ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആക്കാം. അല്ലെങ്കിൽ ഫാൾസ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫാൾസ് സെലക്ട് ആയി അത് കഴിഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. സോ നമുക്കിവിടെ കാണാൻ പറ്റും T404 എന്ന് പറയുന്ന ടീച്ചേഴ്സ് ഐ ഡിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോജക്റ്റ് കോഡ് ഇവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്കിത് 5 ആക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോജക്റ്റ് കോഡ് നമുക്ക് വരുന്ന കാണാം. ഇനി 10 ആക്കിയാലോ, 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കാണാൻ പറ്റും. 11 ആക്കിയാൽ നള്ള് എന്ന് വരും, കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഇല്ല. സോ നള്ള് വരുമ്പോൾ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നില്ല നമുക്ക് അടുത്ത അല്പസമയത്തിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഇനി ഞാനിപ്പോൾ ടീച്ചേഴ്സിൻ്റെ പേര് ബേസ് ചെയ്തിട്ട് അവരുടെ ട്രെയിനിങ് സ്കോർ എടുക്കണം എന്ന് വിചാരിക്കും. സോ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമുക്കൊരു VLOOKUP യൂസ് ചെയ്യാം. VLOOKUP അത് കഴിഞ്ഞ് ഇത്തവണ നമ്മുടെ വാല്യൂ അറിയുന്നത് ഈ ഒരു കോളത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മാനുവലി എൻ്റർ ചെയ്യാം. മാനുവലി എൻ്റർ ചെയ്തിട്ടും VLOOKUP യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ടേബിൾ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് കോളം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഫസ്റ്റ് കോളം നമ്മൾ ഏത് കോളത്തെ ബേസ് ചെയ്തിട്ടാണ് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കണം. അവിടുന്ന് സ്പെസിഫൈ ചെയ്ത് ട്രെയിനിങ് സ്കോർ വരെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഇൻഡെക്സ്, ഇപ്രാവശ്യം നമ്മുടെ ഇൻഡെക്സ് 1ൽ ടീച്ചേഴ്സാണ് 2, 3, 4, 5, 6, 7. ട്രെയിനിങ് സ്കോർ 7 അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യുന്നു. ദെൻ എക്സാക്റ്റ് മാച്ചിന് ഫാൾസ് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ 0 കൊടുത്ത് നമ്മുടെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. സോ ഇവിടെ രോഹിത്തിന് 19 എന്നാണ് വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു വാല്യൂ, ഇപ്പോൾ രോഹിത്തിന് 19 ആണ് വന്നിരിക്കുന്നത്. ലക്ഷ്മി എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിലോ നമ്മൾ ആദ്യം ഈ രോഹിത്ത് മാറ്റി ഇവിടെ നമ്മൾ നമ്മുടെ സെല്ല് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ ലക്ഷ്മി എന്ന് എൻ്റർ ചെയ്യാം. സോ ലക്ഷ്മി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രെയിനിങ് സ്കോർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി മറ്റു ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇതേപോലെ കോളംസ് ഓൾറെഡി ലിസ്റ്റ് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രെയിനിങ് സ്കോർ അല്ലെങ്കിൽ ട്രെയിനിങ് ഡേറ്റ് ഒക്കെ എടുക്കേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിലും നമുക്ക് VLOOKUP യൂസ് ചെയ്യാം. ഇവിടെ യൂസ് ചെയ്യുന്ന സമയത്തും സിമിലറായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ സെല്ല് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ഡാറ്റ ടീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളം ടീച്ചേഴ്സ് ആയിരിക്കണം, അത് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ മീനാക്ഷി അല്ലെങ്കിൽ അടുത്ത സെല്ലിലോട്ട് വരുമ്പോൾ നമ്മുടെ ഡാറ്റ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറാതിരിക്കാൻ ഇത് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാൻ വേണ്ടി F4 യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ ഫുള്ളി ലോക്ക്ഡ് ആവും. അപ്പോൾ അടുത്ത സെല്ലിലോട്ട് പോകുമ്പോഴും നമ്മുടെ ഡാറ്റയുടെ റേഞ്ച് മാറില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ലോക്കാക്കുന്നത്. ഇനി നമ്മുടെ ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്യണം. സോ 1, 2, 3, 4, 5, 6 ആണ് ഇപ്രാവശ്യം നമ്മുടെ ഇൻഡെക്സ്, കാരണം നമ്മൾ ട്രെയിനിങ് ഡേറ്റ് ആണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് എക്സാക്റ്റ് മാച്ചിന് വേണ്ടി 0 യൂസ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കിത് ഡ്രാഗ് ചെയ്തിടാം. ഇവിടെ ഡ്രാഗ് ചെയ്തിടുമ്പോൾ അരുൺ എന്ന് പറയുന്ന ഒരു പേര് നോക്കുന്ന സമയത്ത് അരുൺ ഇല്ല. സോ ഈ നള്ള് വരുന്ന സമയത്ത് നമുക്കത് ഫിക്സ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇഫ് എറർ, ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് എറർ ആണെങ്കിൽ നമുക്ക് അത് ബ്ലാങ്ക് ആക്കാം, അല്ലെങ്കിൽ ബ്ലാങ്കിന് പകരം നോട്ട് ഫൗണ്ട് എന്ന് ആക്കാം. സോ ഇങ്ങനെയാണ് എക്സലിൽ VLOOKUP ഫങ്ഷനാലിറ്റി യൂസ് ചെയ്യുന്നത്. സോ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. സോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡാറ്റ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കണമെങ്കിൽ ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെടാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഡീറ്റെയിൽസ് നൽകുന്നതാണ്. കൂടുതൽ സിമിലർ ആയിട്ടുള്ള വീഡിയോ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.